2023 കേരളത്തിൽ 14 ജില്ലകളിലും ശ്രീരാമരാജ്യം പ്രോഗ്രാം നടത്തിയിരുന്നു. പക്ഷെ അന്ന് വായിക്കാൻ വന്നതെല്ലാം മുതിർന്ന ആളുകളായിരുന്നു. അപ്പോഴാണ് പത്തനംതിട്ട ജില്ലയിൽ രാമായണം വായിക്കുന്നത് ഒരു 15 കുട്ടികൾ. കുട്ടികൾ വായിച്ചാൽ എന്താണ് കുഴപ്പം? രാമായണം വായിക്കേണ്ട പ്രായമേതാണ്? ഞങ്ങളൊരു ബൈബിൾ പഠിക്കാറുണ്ട് എന്ന്. രാമായണം വായിക്കാറുണ്ടോ മക്കളെ എന്ന് ഒരു 100 ഹിന്ദു കുട്ടികളോട് ചോദിച്ചാലോ? ചില ആളുകൾ ചോദിക്കും, അതെന്താ സാധനം? അതൊരു സാധനമല്ല, അതൊരു മഹത്തായ ഗ്രന്ഥമാണ്. രാമനെ കുറിച്ച് പഠിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? PSCക്ക് ചോദ്യം വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ വിഷയം കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ബയോളജിയുമാണ്. ഇത് പഠിച്ചിട്ട് A+ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് +1 ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. +2 കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രാമായണവും മഹാഭാരതവും കൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുന്ന ഇവിടുത്തെ കുട്ടികളല്ല കേട്ടോ, ധാരാളം കുട്ടികൾ, ഹിന്ദു കുട്ടികൾ പുറത്തുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും എന്തിനു വേണ്ടി ചെയ്യുന്നു? ഇത് ചെയ്താൽ എനിക്ക് എന്താണ് പ്രയോജനം? ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്താണ് ദോഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ എന്താണ് ഗുണം? രാവിലെ 8 മണിക്ക് എഴുന്നേറ്റാൽ എന്താണ് ദോഷം? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റാൽ ഗുണമുള്ളത് എന്ത്? സൂര്യൻ ഉദിച്ചതിന് ശേഷം എഴുന്നേറ്റാലുള്ള ദോഷം എന്ത്? എൻ്റെ ശരീരത്തിൻ്റെ ഭാരം 50 കിലോ ആണെന്ന് കരുതുക. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കുന്നു, ഞാൻ എത്ര ലിറ്റർ വെള്ളം ദിവസം കുടിക്കണം? 20 കിലോ ഭാരത്തിന് 1 ലിറ്റർ വെള്ളം വെച്ച് 60 കിലോ ഭാരമുള്ള ഒരാൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഇത് അറിവാണ്, ഇത് അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അറിവാണ്. കെമിസ്ട്രി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്, അതെല്ലാം മറന്നു പോകുന്നുണ്ട്. +1 എത്തുമ്പോൾ പഠിക്കുന്നു, മറക്കുന്നു, പഠിക്കുന്നു, മറക്കുന്നു. ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയെങ്കിൽ ഭാരതത്തിനൊരു വിദ്യാഭ്യാസ രീതിയുണ്ട്. ആ വിദ്യാഭ്യാസം ഒരു വിദ്യാർത്ഥിക്ക് 5 ലക്ഷണങ്ങൾ വേണമെന്നാണ് പറയുന്നത്. കാകദൃഷ്ടിർ ഭഗദ്ധ്യാനം ശ്വാനനിദ്ര തദൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം. കാക്കയുടെ സൂക്ഷ്മത, കൊക്കിൻ്റെ ഏകാഗ്രത, പട്ടിയെപ്പോലെ ഉറങ്ങുന്നവൻ, അതായത് ഉറക്കത്തിലും ഉണർന്നിരിക്കുന്നവൻ, അല്പാഹാരം 7 കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്ന വിദ്യാർത്ഥി, വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് ഫൈബർ, ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ വേണം. ജീർണവസ്ത്രം, വസ്ത്രം പരമാവധി ഉപയോഗിക്കുന്നവർ. ഈ 5 ഗുണങ്ങൾ ഏതൊരു വിദ്യാർത്ഥിയിലുണ്ടോ അതാണ് യഥാർത്ഥ വിദ്യാർത്ഥി. എന്നിട്ട് ഗുരുനാഥൻ പറഞ്ഞു തരും, വിദ്യാർത്ഥീന സുഖം സുഖാർത്ഥീന വിദ്യ. വിദ്യാർത്ഥിക്ക് സുഖയില്ല, സുഖാർത്ഥിക്കൊണ്ട് വിദ്യയുമില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും സമരത്തിനും പോയാൽ ആ വിദ്യാർത്ഥിക്ക് ജീവിതത്തിൽ ഒത്തിരി ദുഃഖിക്കേണ്ടി വരും പിന്നീട്. നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് 18ാമത്തെ വയസ്സിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിനാണെങ്കിൽ 5 വർഷം നിങ്ങൾ സുഖിച്ചാൽ നിങ്ങൾ 50 വർഷം കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങൾ 5 വർഷം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് 50 വർഷം സുഖിക്കാം. ഒരു വിദ്യാർത്ഥിയുടെ ക്യാമ്പിൽ ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ 5 വർഷം കഷ്ടപ്പെട്ടിട്ട് 50 വർഷം സുഖിക്കുന്നോ, ഇപ്പോൾ 5 വർഷം സുഖിച്ചിട്ട് 50 വർഷം കഷ്ടപ്പെടുന്നോ? ഒരു ആൺകുട്ടി എഴുതിയിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ 5 വർഷം സുഖിച്ചിട്ട് 50 വർഷം കഷ്ടപ്പെടാം. മക്കൾക്ക് ഏത് വേണം? ഇപ്പം കഷ്ടപ്പെട്ടിട്ട് പിന്നെ സുഖിക്കുന്നോ, ഇപ്പം സുഖിച്ചിട്ട് പിന്നെ കഷ്ടപ്പെടുന്നോ? ഇപ്പം കഷ്ടപ്പെട്ടിട്ട് പിന്നീട് സുഖിക്കാമെങ്കിൽ ആ കഷ്ടപ്പാടിൽ നിങ്ങൾക്ക് കൂടെ ആരുണ്ടാവണം? നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും രക്ഷിക്കുന്ന ഒരു ഉത്തമ ഗുരു ഉണ്ട്. അതേതാണ്? ആ ഗുരുവിൻ്റെ പേരാണ് വിജ്ഞാനം. ഒരിക്കൽ പഠിച്ചാൽ ഒരിക്കലും മറക്കാത്തത്. എൻ്റെ മകൾ +2 പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ A+ കിട്ടാൻ വേണ്ടി തലകുത്തിയിരുന്ന് പഠിക്കുകയാണ്. ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം മത്സര പരീക്ഷയുടെ കാലത്ത് മത്സരിച്ചു പഠിക്കണം. എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ എന്നുള്ള ചോദ്യമല്ല. കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും എല്ലാത്തിലും നിങ്ങൾക്ക് A+ വേണം. പക്ഷേ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച വല്ലതും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച വല്ല കാര്യവും നിങ്ങൾക്ക് +1 എടുത്ത് ഓർമ്മയുണ്ടോ? പക്ഷേ നിങ്ങളിൽ എത്ര പേർക്ക് നീന്താൻ അറിയാം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ 10ാമത്തെ വയസ്സിൽ നീന്താൻ പഠിച്ചിരുന്നുവെങ്കിൽ, പഠിച്ച കുട്ടി 50 വർഷം നീന്തിയില്ല, 60ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ വീണാൽ നിങ്ങൾ ആ കുളത്തിൽ നിന്ന് നീന്തി രക്ഷപ്പെടാൻ കഴിയും. ഒരിക്കൽ പഠിച്ചാൽ ഒരിക്കലും മറന്നുപോകാത്ത അറിവിൻ്റെ പേരാണ് വിജ്ഞാനം. ആ വിജ്ഞാനത്തെ എവിടുന്ന് കിട്ടും? അതാണ് രാമായണം. രാമൻ രമിപ്പിക്കുന്നവൻ, രാമൻ്റെ അയനം യാത്ര, അതാണ് രാമായണം. 7 കാണ്ഡങ്ങളിൽ 24,000 ശ്ലോകങ്ങളിൽ ആദികവി വാൽമീകി മഹർഷി രചിച്ച രാമായണത്തെ അധികരിച്ച്
ലോകത്തിൽ നൂറുകണക്കിന് രാമായണ വ്യാഖ്യാനങ്ങളുണ്ടായി. ആനന്ദരാമായണവും അത്ഭുത രാമായണവും, ഉത്തരഭാരതത്തിൽ തുളസി രാമായണവും, തമിഴ്നാട്ടിൽ കമ്പരാമായണവും, നമുക്ക് മലയാളികൾക്ക് ഏറെ പ്രിയമായ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും കുട്ടികളെ പഠിപ്പിക്കണമെന്ന ചിന്ത 2024 വന്നു. അങ്ങനെ 2025 ഓഗസ്റ്റ് 10 എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്ത് SNDP യൂണിയൻ ഹാള്, അവിടെ ഒരു 2000-നടുത്ത ആളുകൾ കൊള്ളും. 1500 പേരെ നന്നായിട്ട് കൊള്ളും, 2000 പേരെ കഷ്ടിച്ചു കൊള്ളും. അങ്ങനെ ഒരു ഹാളിൽ ശ്രീരാമരാജ്യം 2025 നടത്തുവാൻ പാഠശാല തീരുമാനിച്ചു. 14 ജില്ലകളിൽ നിന്നും 78 ഗുരുക്കന്മാരെ തെരഞ്ഞെടുത്ത് രാമായണം പഠിപ്പിച്ചു കുട്ടികളെ. 2200 കുട്ടികൾ പഠിക്കാൻ വന്നു. അതിൽ ഒരു 10-700 കുട്ടികൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാണാതെ പോയി, ഗ്രൂപ്പിൽ പിന്നീട് കാണുന്നില്ല. ഒരു 1600-1700 കുട്ടികൾ കൃത്യമായിട്ട് മക്കൾ രാമായണം പഠിച്ചു. അങ്ങനെ അതിൽ 1100 കുട്ടികൾ പാലാരിവട്ടത്ത് ശ്രീരാമരാജ്യം പ്രോഗ്രാമിൽ പങ്കെടുത്തു. 1200 മുതിർന്നവരും, അങ്ങനെ 2300 പേർ പങ്കെടുത്തപ്പോൾ ആളുകൾക്ക് ഒരുപാട് പേര് പുറത്തായി. കാരണം അവിടെ 1800 പേരെ കൊള്ളൂ ആ ഹാളിൽ. ഹാള് നിറഞ്ഞു കവിഞ്ഞു, ആളുകൾ പുറത്തേക്കൊഴുകി. ശ്രീരാമരാജ്യം വൻ വിജയമായി തീർന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, എന്തിനാണ് നമ്മൾ സെൻട്രൽ കേരളയിൽ ഒരു ജില്ലയ്ക്ക് വേണ്ടി മാത്രം 14 ജില്ലയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തുന്നത്? 14 ജില്ലകൾക്ക് 14 പ്രോഗ്രാം നടത്താമെന്ന് തീരുമാനിച്ചപ്പോഴാണ് നമ്മുടെ ജില്ലാ കാര്യകർത്താക്കൾ, താലൂക്ക് കാര്യകർത്താക്കൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ ടീച്ചേഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള 10 ടീച്ചേഴ്സ് അടക്കം 300ഓളം ടീച്ചേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നു. അതിന് ശ്രീരാമരാജ്യത്തിന് ഒരു സ്റ്റേറ്റ് കോർഡിനേറ്ററെ നമ്മൾ നിശ്ചയിച്ചു. പാലക്കാട് സ്വദേശിയായ നമ്മുടെ സംസ്ഥാന സമിതി അംഗം ശ്രീകുമാർജി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ട് രാമായണ പാരായണ പഠനം തുടങ്ങി. നമ്മൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഇപ്പോഴും ഓൺലൈനിൽ ശ്രീരാമരാജ്യം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രാമായണം പഠിപ്പിച്ചു. പക്ഷെ അത് ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ളതല്ല, എല്ലാ കാലത്തേക്കുമുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞ 18-ാം തീയതി നമ്മൾ പാലക്കാട് ജില്ലയുടെ പ്രോഗ്രാം, ഒരു 10-600 പേർ പങ്കെടുത്ത നല്ല പ്രോഗ്രാം. അതിൻ്റെ പിറ്റേ ദിവസം ഐതിഹാസികമായൊരു പ്രോഗ്രാം നമ്മൾ എറണാകുളത്ത് നടത്തി. 1000-ലധികം ആളുകൾ പങ്കെടുത്ത ഒരു വലിയ പ്രോഗ്രാം. അത് യൂട്യൂബിലും വാർത്താ ചാനലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് തന്നെ ആലപ്പുഴ ജില്ലയിൽ മനോഹരമായൊരു പ്രോഗ്രാം നടന്നു. അതിനുശേഷം ഇന്നലെ 25-ാം തീയതി ഇടുക്കി ജില്ല, അതിൻ്റെ ഭൂമിശാസ്ത്രം വളരെ ദുഷ്കരമാണ്, എന്നിട്ടും 250-ൽ പരം കുട്ടികളും ആളുകളും അവിടെ പങ്കെടുത്തു. ഇന്ന് അതിമനോഹരമായ ഒരു പ്രോഗ്രാം ഈ കോട്ടയം ജില്ലയിൽ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടക സമിതിക്ക് ആദ്യമേ പാഠശാല നന്ദി രേഖപ്പെടുത്തുകയാണ്. പാഠശാലയുടെ എറണാകുളം ജില്ലാ സമിതി, കോട്ടയം ജില്ലാ സമിതി നമ്മുടെ സഹിച്ചേട്ടൻ്റെയും സിന്ധുജിയുടെയും നേതൃത്വത്തിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനത്തിനിടയിൽ സ്വാമിയാർ മഠം നമുക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ കാലത്തും മധുച്ചേട്ടൻ്റെയും ഇതിൻ്റെ സമിതിയുടെയും പേരിൽ നമുക്ക് നൽകുന്നു. തത്തുല്യമായ മഹത്തായ പ്രവർത്തനങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് നടത്തുന്നതാണ് ഈ പുണ്യമായിട്ടുള്ള ഈ സ്വാമിയാർ മഠം. സനാതനധർമ്മത്തിൻ്റെ പ്രചണ്ഡമായ പ്രചരണം, ആചരണം, പഠനം, ഇതാണ് സ്വാമിയാർ മഠവും പാഠശാലയും ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 14 ജില്ലകളിലും പ്രോഗ്രാം നടത്തുന്നു. ഇന്ന് ഞങ്ങൾ ഈ ഉദ്ഘാടന സെഷന് ശേഷം പത്തനംതിട്ട ജില്ലയുടെ പ്രോഗ്രാം അവിടെ ഇതേപോലെ തുടങ്ങിയിട്ടുണ്ട്, വലിയ പങ്കാളിത്തത്തോടുകൂടി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം 9-ാം തീയതി ഓഗസ്റ്റ് 9-ന് കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ പരിപാടിയോടുകൂടി ശ്രീരാമരാജ്യം 14 ജില്ലകളിലും പൂർത്തിയാവും. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റാഗ്രഹം, നമ്മുടെ സമയം പരിമിതമാണ്, എനിക്ക് അനുവദിച്ചത് 10 മിനിറ്റാണ്, നമ്മുടെ സമയം 9 മിനിറ്റ് ആയിരിക്കുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ കാര്യം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന അതിമഹത്തായ ഗ്രന്ഥമാണ് രാമായണം. മക്കൾ എല്ലാ ദിവസവും രാമായണം വായിക്കണം, പഠിക്കണം. എന്തിന് ഞാൻ രാമായണം പഠിക്കണം? പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഹൃദയം പൊട്ടി മരിച്ചുപോയ ഒരു രാജാവിൻ്റെ ചരിത്രമാണ് രാമായണം. ദശരഥ മഹാരാജാവ് കൈകേയിക്ക് വാക്ക് കൊടുക്കുമ്പോൾ സൂര്യൻ മാത്രമാണ് സാക്ഷി. വാക്ക് മാറ്റി പറയാതിരിക്കുവാൻ സ്വന്തം ജീവൻ കൊടുത്ത രാജാവിൻ്റെ ചരിത്രമാണ് രാമായണം. അച്ഛൻ്റെ അഭിമാനം എൻ്റെ അഭിമാനമാണെന്നും അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ എൻ്റെ വാക്കുകളാണെന്നും പുന്നാമ നരകത്തിൽ നിന്ന് പിതാവിനെ മാതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവനാരോ അവൻ പുത്രനോർ പുത്രി. അച്ഛനെയും അമ്മയെയും നരകത്തിൽ പതിക്കാതെ നോക്കുന്ന മക്കളുടെ പേരാണ് പുത്രനോർ പുത്രി. അച്ഛൻ്റെ വാക്ക് പാലിക്കുവാൻ 14 കൊല്ലം കാട്ടിൽ പോയ രാമൻ്റെ കഥയാണ് രാമായണം.
സുഖത്തിലും മാത്രമല്ല സകല ദുഃഖത്തിലും കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ രാമൻ എവിടെയാണോ അതാണ് എനിക്ക് എൻ്റെ അയോധ്യ എന്ന് പറഞ്ഞ ഉത്തമയായ സഹധർമ്മിണി സീതാദേവിയുടെ ചരിത്രമാണ് രാമായണം. ജ്യേഷ്ഠന്റെ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് അർഹമല്ലാത്ത സിംഹാസനത്തിൽ ഒരു നിമിഷം ഇരിക്കാതെ 14 കൊല്ലം രാമന്റെ ചെരുപ്പ് പാദുകം സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് നന്ദിഗ്രാമിലെ പുൽപ്പായിൽ കിടന്നുകൊണ്ട് നാട് ഭരിച്ച ഭരതന്റെ ചരിത്രമാണ് രാമായണം. ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയമ്മയെയും പരിചരിക്കുവാൻ വേണ്ടി ഊർമിളയെ കൊട്ടാരത്തിലാക്കി 14 കൊല്ലം സഹോദരനൊപ്പം കാട്ടിൽ പോയ ലക്ഷ്മണകുമാരന്റെ ചരിത്രമാണ് രാമായണം. ഭരതൻ നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഭരതന് കാവലിരുന്ന ശത്രുഘ്നകുമാരന്റെ ചരിത്രമാണ് രാമായണം. ആ രാമായണം സത്യസന്ധതയുടെ, സഹോദര ബന്ധത്തിൻ്റെ, കുടുംബ ബന്ധത്തിൻ്റെ, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ, മാതാപിതാ പുത്രബന്ധത്തിൻ്റെ ഉദാഹരണമായ മകുടോദാഹരണമാണ്. ആ ഉദാഹരണത്തെ ജീവിതത്തിൽ പകർത്തുക. നാം എല്ലാ മേഖലയിലും നമ്പർ 1 തീരുക. ഒപ്പം ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുക. ബസ്സിൽ കയറി വരുന്ന ഒരു ഗർഭിണിക്ക് നിങ്ങൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്കൊരു മൂല്യമുണ്ട്. റോഡിൽ കണ്ട ഒരു പഴത്തൊലി മാറ്റിയിട്ട് ഒരു ബൈക്കുകാരനെ അതിൽ നിന്ന് സ്ലിപ്പാവാതെ രക്ഷിച്ചാൽ നിങ്ങൾക്കൊരു മൂല്യമുണ്ട്. പകൽ സമയത്ത് പ്രകാശിക്കുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ എൻ്റെ മക്കൾക്ക് ഒരു മൂല്യമുണ്ട്. ഒരു പബ്ലിക് വാട്ടർ പൈപ്പിൽ നിന്ന് വെള്ളം വേസ്റ്റായി പോകുന്നുവെങ്കിൽ ആ പൈപ്പ് നടക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്കൊരു മൂല്യമുണ്ട്. നിങ്ങളിൽ എത്ര പേർ സനാതനം വൈഭവത്തിലെ സിവിൽ സർവീസ് കോച്ചിങ്ങിലുണ്ട് എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? 8ാം ക്ലാസ്സിന് മേലെ പഠിക്കുന്ന 240 കുട്ടികളെയാണ് നമ്മളിപ്പോൾ IAS പഠിപ്പിക്കുന്നത്. സങ്കൽപ്പ് IAS ചേർന്നിട്ട് സിവിൽ സർവീസ് കോച്ചിങ്. IAS, IPS, IFS അടക്കം 21 ടൈപ്പ് ഓഫ് സിവിൽ സർവീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങൾ 21 വയസ്സ് പൂർത്തിയായി 32 വയസ്സിനിടയിൽ നിങ്ങൾക്ക് IAS, IPS എഴുതാം. പക്ഷേ നിങ്ങൾ സിവിൽ സർവീസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു പാഠ്യവിഷയമുണ്ട്. അതാണ് എത്തിക്സ്, മൂല്യങ്ങൾ. എന്താണ് മൂല്യങ്ങൾ? അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറണം, സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെ പെരുമാറണം, നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം, ഗുരുക്കന്മാരോട് എങ്ങോട്ട് പെരുമാറണം, കാഷായ വസ്ത്രധാരികളായ നമ്മുടെ സന്യാസിമാരെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം, എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത്, എന്തുകൊണ്ടാണ് ദേവനെ നമസ്കരിക്കുന്നത്, എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്, ക്ഷേത്രത്തിൽ പോയാലുള്ള ഗുണമെന്ത്, എന്താണ് വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം, എന്താണ് ദൈവം, എന്താണ് വിഗ്രഹാരാധന, എന്തുകൊണ്ട് 33 കോടി ദൈവങ്ങൾ, ഈശ്വരൻ ഏകനാകുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടി നിങ്ങൾക്ക് രാമായണത്തിലുണ്ട്. ആ രാമന്റെ അയനം, ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം. ശ്രീരാമരാജ്യം 2026 പ്രോഗ്രാമിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വന്നു ചേർന്ന് ഇന്ന് വൈകുന്നേരം വരെ രാമായണ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഈ സജ്ജനങ്ങൾ ഉച്ചവരെ രാമായണ പാരായണവും ഉച്ചയ്ക്ക് ശേഷം രാമായണ കലാ പ്രോഗ്രാമുകളാണ് എല്ലാ ജില്ലയിലും നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഹത്തായ യജ്ഞം കോട്ടയം ജില്ലയിൽ സംഘടിപ്പിച്ച സംഘാടകന്മാർക്കും രാമായണൻ ടീച്ചേഴ്സിനും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച സ്വാമിയാർ മഠത്തിൻ്റെ ഈ ഒരു നിറഞ്ഞ പിന്തുണയ്ക്കും എല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ മഹായജ്ഞം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.